സ്വന്തം ഭാര്യയുടെ ഫോണിൽ ഒരു ഭർത്താവ് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ കണ്ട് സജീവ് ഞെട്ടിപ്പോയിരുന്നു. മകൻ തന്നെ കൊണ്ട് കാണിച്ചതാണ്. യൂട്യൂബ് വീഡിയോകൾ കണ്ട് അവൻ ഇടയ്ക്കിടെ സെൽഫി ക്യാമറ ഓൺ ചെയ്ത് തന്നെ വീഡിയോ എടുക്കുന്ന ശീലമുണ്ട്. അത്തരത്തിൽ അവൻ സെൽഫി ക്യാമറ ഓൺ ചെയ്തിട്ട് എവിടെയോ കളിക്കാൻ പോയപ്പോൾ അവിചാരിതമായി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഒരു സൂത്രം പപ്പയ്ക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞ് അവനത് കാണിച്ചത്. മൊബൈൽ സ്ക്രീനിലോട്ട് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയിരുന്നു സജീവ്. തൻ്റെ സ്വന്തം അനുജനും താൻ ജീവനെപ്പോലെ സ്നേഹിച്ച ഭാര്യയും തങ്ങളുടെ സ്വർഗം എന്ന് വിശ്വസിച്ച മുറിയിൽ സ്വന്തം ബെഡിൽ കെട്ടിമറിയുകയാണ്. അമ്മയെപ്പോലെ കാണേണ്ട ഏട്ടത്തിയെ വികാരവിവശയാക്കി രതിയുടെ പരമോന്നതിയിലെത്തിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട അനുജൻ. അശ്ലീല വീഡിയോകൾ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള പ്രകടനമാണ് രണ്ടുപേരും കാഴ്ചവെക്കുന്നത്. അവന് വല്ലാത്ത ദേഷ്യവും വിഷമവും തോന്നി. ആ നിമിഷം ആത്മഹത്യ ചെയ്താലോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ എന്തിനാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത്? തന്നെ ചതിച്ച അവർ രണ്ടുപേരുമാണല്ലോ ആത്മഹത്യ ചെയ്യേണ്ടത്. അവരെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് വേണ്ടത്. 5 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അവളെ. തൻ്റെ മോനെ പോലെ എടുത്തുകൊണ്ട് നടന്ന് സ്നേഹത്തോടെ വളർത്തിയതാണ് തൻ്റെ അനുജനെ. താനില്ലാത്ത സമയങ്ങളിലാണ് ഇവരുടെ സംഗമമെന്ന് സജീവന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു അവസരത്തിൽ ഇനിയും അവർക്ക് ഒറ്റയ്ക്കാവാൻ സമയം നൽകുക എന്നുള്ളതാണ് തനിക്ക് ചെയ്യാനുള്ളത്. അവരുടെ ഈ നാടകം പൊളിക്കണമെന്ന് സജീവ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ശേഷം അവൻ അതിനായി അടുത്ത ദിവസം തന്നെ 3 ദിവസത്തേക്ക് ഒരു ടൂറ് പോവുകയാണെന്ന് ഭാര്യയെ ധരിപ്പിച്ചു. വലിയ സന്തോഷത്തോടെ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭർത്താവിൻ്റെ അനുജനോട് ഈ സംഭവം ഭാര്യ വിളിച്ചു പറഞ്ഞു. 2 ദിവസം ടൂറെന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കാം. സന്തോഷത്തോടെ അനുജൻ സച്ചിൻ പറയുന്നത് ഭാര്യ അറിയാതെ ഫോൺ റെക്കോർഡിംഗ് ചെയ്യുന്നത് വഴി അറിയുന്നുണ്ടായിരുന്നു സജീവ്. അവന് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. നീ എങ്ങനെയെങ്കിലും കൊച്ചിനെ കൂടി നിന്റെ വീട്ടിലോട്ടോ മറ്റോ പറഞ്ഞു വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ ആ ചെറുക്കൻ ആകെ നശിപ്പിക്കും. ഇപ്പോൾ തന്നെ എന്തൊക്കെയോ സംശയം അവനുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഏട്ടൻ്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാലോ. നിനക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു 2 ദിവസത്തേക്ക് കൊച്ചിനെ ഒന്ന് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്. സച്ചിൻ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം അടച്ചൊന്ന് കൊടുക്കാനാണ് സജീവിന് തോന്നിയത്. തൻ്റെ മകൻ അവനൊരു ശല്യമാണെന്ന്. സ്വന്തം മകനെക്കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭാര്യയോടാണ് ആ നിമിഷം അവന് കൂടുതൽ ദേഷ്യം തോന്നിയത്. ഇവളൊക്കെ ഒരമ്മയാണോ എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത്. അങ്ങനെ അവസാനം സജീവ് കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. അവൻ അന്നത്തെയും ദിവസം അച്ഛനെയും അമ്മയും ഒക്കെ മറ്റെന്തോ കാരണം പറഞ്ഞ് എവിടെയൊക്കെയോ പറഞ്ഞു വിട്ടു. എല്ലാം കൊണ്ടും ഹേമയ്ക്കും സച്ചിനും സാഹചര്യം ഒത്തുവന്നതായിരുന്നു. ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കെട്ടുപൊട്ടി തുടങ്ങിയിരുന്നു. പല വീഡിയോകളും കണ്ട് സച്ചിൻ ആ രീതിയിലൊക്കെ ഹേമയോട് ഇടപെടാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഡോർ ബെല്ലടിച്ചത്. ആരാണെന്ന് നോക്കുവാൻ വേണ്ടി വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഹേമ തുറക്കാൻ തുടങ്ങിയപ്പോൾ മുറി തുറക്കുന്നില്ല. പെട്ടെന്ന് അവൾക്ക് പരിഭ്രാന്തിയായി. അവൾ ആലസ്യത്തിൽ കിടക്കുന്ന സച്ചിനെ വിളിച്ചപ്പോൾ അവൻ മുറി തുറക്കാൻ നോക്കിയെങ്കിലും സാധിക്കുന്നില്ല. പുറത്തൊച്ചയും ബഹളവും അവൾക്ക് കേൾക്കാമായിരുന്നു. അവസാനം ആരോ മുറി തല്ലിപ്പൊളിക്കുന്നതും അർദ്ധനഗ്നനായ സച്ചിനെയും ഹേമയെയും ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്ന് അത്ഭുതത്തോടെ നോക്കുന്നതുമൊക്കെ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ഇരുവരും കാണുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ. ഒരാൾ മാത്രം ഇവിടെയില്ല, നമ്മുടെ മോൻ. കാരണം സ്വന്തം അമ്മയെ ഇത്രയും വൃത്തികെട്ട ഒരു വേഷത്തിൽ അവൻ കാണരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട്. പറയുന്നത് സജീവാണ്. അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് ആ നിമിഷം പോലും ഹേമയ്ക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നതിനെപ്പറ്റി അംഗീകരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഹേമയ്ക്ക്. നാട്ടുകാരും ബന്ധപ്പെട്ട എല്ലാവരും കൂടിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ വരെ അറപ്പോടെ നോക്കുന്നത് കണ്ടപ്പോഴാണ് ഹേമയ്ക്ക് സഹിക്കാൻ സാധിക്കാതെ വന്നത്. ഇതിനിടയിൽ ഈ സംഭവം ലൈവായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സജീവ്. തൻ്റെ ഭാര്യയെയും സ്വന്തം അനുജനെയും ഉടുതുണിയില്ലാതെ മുറിയിൽ നിന്നും പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാപ്ഷൻ കൊടുത്തത്. നിമിഷങ്ങൾക്കകം ഹേമയുടെയും സച്ചിൻ്റെയും ഫോണുകൾ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പരിചയമുള്ള എല്ലാവരും വിളിച്ചു. ഒരു ദിവസം കൊണ്ട് ഇരുവരും വൈറലായി എന്ന് പറയുന്നതാണ് സത്യം. ഇങ്ങനെ ഒരു പ്രതികാരം സജീവ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ അവനോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അത് തനിക്കറിയാം. പലപ്പോഴും കുറ്റബോധത്തോടെ തന്നെയാണ് അവനരികിൽ നിന്നിട്ടുള്ളത്. ഇടയ്ക്കെപ്പോഴോ സച്ചിൻ്റെ വാക്കുകളിൽ താൻ വീണുപോയിരുന്നു. കാരണം അവൻ അത്രത്തോളം തന്നെ ആകർഷിച്ചിരുന്നു എന്നതാണ് സത്യം. തൻ്റെ ഭർത്താവിനെ ചതിക്കുന്നതിനുള്ള ചിന്ത പലപ്പോഴും തന്നെ കുറ്റബോധത്തിലേക്ക് ആഴ്ത്തിയിരുന്നുവെങ്കിലും സച്ചിനോട് തോന്നിയ പ്രണയവും അവൻ നൽകിയ സുഖവും അതിലും വലുതായിരുന്നു. അതിനു മുൻപിൽ മനഃപൂർവ്വം സജീവനെ മറക്കുകയായിരുന്നു ചെയ്തത്. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ
ഞാൻ ചെയ്തു. അവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുൻപിൽ 2 പരിഹാസ കഥാപാത്രങ്ങളായി തങ്ങൾ നിൽക്കുന്നത് മനസ്സിലാക്കുകയായിരുന്നു സച്ചിനും ഹേമയും. സജീവ് ആഗ്രഹിച്ചതുപോലെ ആ ദിവസം തന്നെ ഹേമ ആത്മഹത്യ ചെയ്തു. സച്ചിൻ വൈകിട്ട് തന്നെ നാടുവിട്ടതാണ്. അറിയില്ല എവിടെയാണെന്ന്. ഹേമ മരിച്ച് പിറ്റേ മാസം തന്നെ മറ്റൊരു വിവാഹം കഴിച്ച് സജീവ്. ഹേമയുടെ ചിന്ത പോലും പിന്നീട് അവനെ അലട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. അവന്റെ വിവാഹത്തിന് മുൻകൈയെടുത്തതാവട്ടെ ഹേമയുടെ വീട്ടുകാരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.